അടുത്തത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് പറയാൻ പോകുന്നത്. Law of diminishing marginal utility. The intensity of desire for a good to the consumer falls after consuming a certain amount. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കുറഞ്ഞു വരും. സപ്പോസ് എ കൺസ്യൂമേഴ്സ് 5 ഓറഞ്ച്. അപ്പോൾ കൺസ്യൂമർ ഒരു 5 ഓറഞ്ച് എടുക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ദ കൺസെപ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഓറഞ്ച് മേ ഗീവ് ഹിം ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. ആദ്യത്തെ ഓറഞ്ച് എടുക്കുമ്പം അയാൾക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ബട്ട് ദ കൺസെപ്ഷൻ ഓഫ് ദ സെക്കൻഡ് ഓറഞ്ച്, അയാൾ രണ്ടാമത്തെ ഒരു ഓറഞ്ച് വാങ്ങുമ്പോൾ മേ ഗീവ് ലെസ് സാറ്റിസ്ഫാക്ഷൻ ദാൻ ദ ഫസ്റ്റ് വൺ. ഫസ്റ്റത്തേനാട്ടിലും കുറച്ച് സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടുള്ളൂ. ദ തേർഡ് ഗീവ്സ് ഹിം ലെസ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദ സെക്കൻഡ് ആൻഡ് സോ ഓൺ. മൂന്നാമതൊരു ഓറഞ്ച് അയാൾ വാങ്ങുമ്പം രണ്ടാമത് വാങ്ങിയതിനാട്ടിലും കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കുറയും. This tendency of diminishing marginal utility to the consumer as he consumes more and more oranges is known as the law of diminishing marginal utility. ഇതിനാണ് നമ്മൾ ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ഒരു നിശ്ചിത ഗുഡ് നമ്മൾ വാങ്ങി അത് കുറേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മഞ്ച് കഴിക്കുകയാണെങ്കിലും ഫസ്റ്റത്തെ ഒന്ന് കഴിച്ചു, പിന്നെ രണ്ടാമതൊന്ന് കഴിച്ചു, അങ്ങനെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കഴിച്ചതിനാട്ടിലും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ലോ പറയുന്നത് ആഫ്റ്റർ കൺസ്യൂമിങ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എ ഗുഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ഇറ്റ് ഡിമിനിഷസ് ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ആർ കൺസ്യൂംഡ്. അതായത് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയ അത്ര സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. ദിസ് ഈസ് എ നാച്ചുറൽ ടെൻഡൻസി ഇൻ കൺസെപ്ഷൻ. ഇത് നമ്മൾ വാങ്ങുമ്പോഴുള്ള അതിലുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസെപ്ഷൻ. ഇത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ടുള്ള സൈക്കോളജിക്കൽ ലോ ആണ്. അടുത്തത് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ടേബിളാണ്. അതിൽ ഫസ്റ്റത്തെ കോളത്തിൽ യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചിൻ്റെ യൂണിറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് 1, 2, 3, 4, 5 ഇങ്ങനെ ആണ് കൺസ്യൂം ചെയ്യുന്നത്. സെക്കൻഡ് കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. തേർഡ് കോളത്തിൽ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 25, മാർജിനൽ യൂട്ടിലിറ്റി 25. അതായത് ഒന്നാവുമ്പോൾ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് രണ്ടാമത് വാങ്ങുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 42 ആവുകയും മാർജിനൽ യൂട്ടിലിറ്റി 70 ആയി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു. മൂന്നാമത് വാങ്ങുമ്പോൾ 55 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി 30 ആയിട്ട് കുറഞ്ഞു. ഇത് മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റത്തെ കുളത്തിലുള്ള 25, 42 തമ്മിലുള്ള വ്യത്യാസമാണ് 17. 42, 55 തമ്മിലുള്ള വ്യത്യാസമാണ് 13. അങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി കണക്കാക്കുന്നത്. പിന്നെ നാലാമത് വാങ്ങുമ്പോൾ 55 ആവുന്നുണ്ട്. അത് അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 തന്നെയാണ്. കാരണം 3ഉം 4ഉം ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആണ്. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി 0. അവസാനം അഞ്ചാമതായി വാങ്ങുമ്പോൾ 5 യൂണിറ്റ് വാങ്ങുമ്പോൾ 50 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി. പിന്നെ അത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആകെ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 50 ആണ്. അവിടെ മാർജിനൽ യൂട്ടിലിറ്റീൻ്റെ അളവും കുറഞ്ഞു വരികയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി ടേബിൾ ദാറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദി കൺസെപ്ഷൻ ഓഫ് ഓറഞ്ചസ് ഗസ് ഓൺ ഇൻക്രീസിങ് ആസ് കൺസ്യൂമേഴ്സ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ്. കൂടുതലായിട്ടും യൂണിറ്റ്സ് ഓറഞ്ച് വാങ്ങുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ബട്ട് മാർജിനൽ യൂട്ടിലിറ്റി ഷോസ് ടെൻഡൻസി ടു ഡിമിനിഷ്. മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. Marginal utility to the consumer diminishing because total utility increases only at a diminishing rate till he consumes 3 oranges. When he consumes 4th orange, total utility cases to increase. അതായത് മൂന്നാമത് വാങ്ങുമ്പോൾ 55 ടോട്ടൽ യൂട്ടിലിറ്റി, നാലാമതും അത് 55 ആയതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി നിന്നു. അറ്റ് ദാറ്റ് സ്റ്റേജ് മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് 0. അവിടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്നു. അത് 55 ആയതുകൊണ്ട്. വെൻ ദ 5th ഓറഞ്ച് ഈസ് കൺസ്യൂംഡ്, അഞ്ചാമത്തെ യൂണിറ്റ് ഓറഞ്ച് വാങ്ങിയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഡിമിനിഷിങ് ആൻഡ് ദെയർഫോർ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി
കുറയുകയും മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു. എ റാഷണൽ കൺസ്യൂമർ വിൽ നോട്ട് ഗോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനിയുള്ളത് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് ആണ് എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ കൂടിയിട്ട് പിന്നെ കുറയുകയും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരുന്നതാണ് കാണുന്നത്. അവസാനം -5 നെഗറ്റീവായി മാറുകയും ചെയ്യുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടേബിളിനെക്കാട്ടിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് പറയാൻ പോകുന്നത് അസംഷൻസ് ഓഫ് ദ ലോ ആണ്. നിയമം ഉണ്ടാകുമ്പോഴാണ് ഏതൊരു കാര്യവും അതിൽ അപ്ലിക്കബിൾ ആവുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് അസംഷൻസ്. ഒന്നാമത്തെ ഹോമോജീനിയസ് ഗുഡ്സ്, അതായത് ഏകദാനമായ സാധനങ്ങൾ. ഓൾ യൂണിറ്റ്സ് ഓഫ് ദി ഗുഡ്സ് കൺസ്യൂംഡ് ഷുഡ് ബി ഇൻ ഐഡൻറ്റിറ്റിക്കൽ. അതായത് ഐഡൻറ്റിറ്റിക്കൽ പറഞ്ഞാൽ എല്ലാ ഗുഡ്സും ഒരേ യൂണിറ്റിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇൻ കൺസെപ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് വിത്തൗട്ട് എനി ടൈം ഇൻ്റർവെൽസ്. അതായത് തുടർച്ചയായിരിക്കണം, വാങ്ങുന്നത് തുടർച്ചയായിരിക്കണം, അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെല്ലൊന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് അഭിരുചിയും ഉപഭോക്താക്കളുടെ അഭിരുചിയും മുൻഗണനകളും അഭിരുചികളും സ്ഥിരമായിരിക്കണം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആർ അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അതായത് അതിൻ്റെ പ്രൈസും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എക്സ്പ്രഷൻസിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, റെയർ കളക്ഷൻ, ഹോബീസ് എക്സെട്ര. അതായത് റെയർ കളക്ഷൻ, അതിലൊന്നും എന്തില്ല, ദ ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഹോബീസ് ആൻഡ് റെയർ കളക്ഷൻ ലൈക്ക് സ്റ്റാമ്പ്സ്, ഓൾഡ് കോയിൻസ് എക്സെട്ര. ഈ സ്റ്റാമ്പിലും ഓൾഡ് കോയിൻസിലൊന്നും എന്തില്ല, ഈ നിയമം അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്തത് മൈസർ എന്ന് പറഞ്ഞാൽ പിശുക്കനാണ്. ദ ലോ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് നോർമൽ ഹ്യൂമൻ ബീങ്സ്. മൈസേഴ്സ് ആർ എക്സ്പെഷൻസ്. അതായത് ഈ ലോ അപ്ലിക്കബിൾ ആവുന്നത് നോർമൽ ഹ്യൂമൻ ബീങ്സിൻ്റെ അടുത്താണ്. പിശുക്കന്മാരുടെ അടുത്തൊന്നും ഈ നിയമം അപ്ലിക്കബിൾ ആവുകയില്ല. ലിക്വർ എന്ന് പറഞ്ഞാൽ മദ്യം. ദ ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്വർ ആൻഡ് സിമിലർ ഇൻടോക്സിക്കൻസ്. അതായത് മദ്യമൊക്കെ കുടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടായത് കൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ അസംഷൻസിലും എക്സ്പ്രഷൻസിലും ഉൾപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റിനെ എങ്ങനെ അളക്കാം എന്നുള്ളതാണ്. യൂട്ടിലിറ്റി ഈസ് എ സബ്ജക്റ്റീവ് ആൻഡ് മെൻ്റൽ കൺസെപ്റ്റ് വിച്ച് ക്യാനോട്ട് ബി മെഷേർഡ് പ്രീഷ്യസ്ലി. അതായത് ഈ ഉപയുക്തത, അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവായിട്ടും മെൻ്റലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മൾ ഒരാളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഒരിതാണ്. അതിനെ നമുക്ക് ശരിയായിട്ട് അളക്കാനൊന്നും കഴിയില്ല. ബട്ട് ദർ ഈസ് എ റഫ് വേ ഓഫ് മെഷറിങ് യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഇതിനൊരു അളക്കാനൊരു റഫ് വേ ഉണ്ട്. ദിസ് ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഈസ് പോസിബിൾ ത്രൂ ദി പ്രൈസ് പെയ്ഡ് എ കൺസ്യൂമർ ടു ബൈ ദ കമ്മോഡിറ്റി. അതായത് ഒരാൾ എത്ര രൂപ കൊടുത്താണോ ആ ഒരു ഇത് കൺസ്യൂം ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ജനറലി പൊതുവായിട്ടും ഇഫ് എ കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു പേ എ ഹയർ പ്രൈസ് ഫോർ എ കമ്മോഡിറ്റി ദ യൂണിറ്റി ഫോർ ദി കമ്മോഡിറ്റി ഈസ് സപ്പോസ്ഡ് ടു ബി ഹയർ. അതായത് ഒരു കൺസ്യൂമർ ഇപ്പം കൂടുതൽ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങണമെങ്കിൽ അതിന് ഹയർ യൂട്ടിലിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാം. If a consumer is prepared to pay on 1 rupee of a commodity X and 2 rupees for commodity Y, then the utility of Y is twice that of X. അതായത് ഒരു കൺസ്യൂമർ 1 രൂപ കൊടുത്ത് എക്സ് എന്നത് ഒരു സാധനം വാങ്ങി, 2 രൂപ കൊടുത്ത് വൈയും വാങ്ങി. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ വില വൈക്കായതുകൊണ്ട് എക്സിനെക്കാട്ടിലും യൂട്ടിലിറ്റി വൈന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. Utilities of X and Y may be roughly measured by the prices that he prepared to pay for them. അതായത് അയാൾ പൈസ കൊടുത്തതിന് അടിസ്ഥാനത്തിൽ നമ്മൾ റഫായിട്ട് മെഷർ ചെയ്തതാണിത്. ഇങ്ങനെ നമുക്ക് യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കും. ബട്ട് ദിസ് അനലൈസിസ് വിൽ നോട്ട് ബി കറക്റ്റ് ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ. പക്ഷേ ഈ വിശകലനം വ്യക്തി എന്നതിനപ്പുറം ശരിയാകില്ല.
Suppose Suman is willing to pay 1 rupee for commodity X and Nirmal is willing to pay 5 rupees for the same commodity. അതായത് സുമൻ എക്സ് എന്ന ചരക്കിന് ഒരു രൂപയും അതേ ചരക്കിന് 5 രൂപ നൽകാൻ നിർമ്മലും തയ്യാറാണെന്ന് കരുതുക. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് നിർമ്മൽ ഗെറ്റ്സ് ലാർജർ യൂട്ടിലിറ്റി ഫ്രം ദാറ്റ് കമ്മോഡിറ്റി ദാൻ സുമൻ. അതായത് ആ ചരക്കിൽ നിന്നും സുമനേക്കാൾ വലിയ പ്രയോജനം നിർമ്മലിന് ലഭിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. In spite of this defect, money is regarded as the measuring rod of utility by economists. അതായത് ഈ അപാകത ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക വിദഗ്ധർ ഉപയോഗത്തിൻ്റെ അളവുകളായിട്ട് പണം കണക്കാക്കുന്നു. In spite of its imperfection, money is used as a measuring rod to measure the motives of consumers. അപൂർണത ഉണ്ടായിരുന്നിട്ടും ഉപഭോക്താക്കളുടെ ഉദ്ദേശ്യങ്ങൾ അളക്കുന്നതിനുള്ള അളവുകോലായിട്ട് പണം ഉപയോഗിക്കുന്നു. ഇപ്പോൾ അടുത്തത് there are two basic approaches to discuss consumer demand theory. കൺസ്യൂമർ ഡിമാൻഡ് തിയറിനെ ഡിസ്കസ് ചെയ്യാൻ 2 ബേസിക് ആയിട്ടുള്ള അപ്രോച്ചസുകളുണ്ട്. വൺ ഈസ് കാൾഡ് ദ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ഇൻ വിച്ച് യൂട്ടിലിറ്റി ഈസ് മെയ്ഡ് മെഷറബിൾ. അതിലൊന്നാമത്തേത് എന്താണ്, നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ്. ഇത് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ കഴിയുന്നതാണ്. ദിസ് ഈസ് കാൾഡ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇതിനെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് വിളിക്കുന്നു. ദ സെക്കൻഡ് അപ്രോച്ച് കൺസിഡർഡ് യൂട്ടിലിറ്റി ആസ് നോട്ട് മെഷറബിൾ. രണ്ടാമത്തെ അപ്രോച്ച് യൂട്ടിലിറ്റി അളക്കാൻ കഴിയാത്തതാണ്. ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രിഫറൻസ് ഓൺ ദി കൺസ്യൂമർ. അതെന്താണ്, ഇത് ഉപഭോക്താവിൻ്റെ മുൻഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇറ്റ് ഈസ് നൗൺ ആസ് ഓർഡിനൽ അപ്രോച്ച്. ഇതിനെ ഓർഡിനൽ അപ്രോച്ച് എന്നും പറയും. കാർഡിനൽ അപ്രോച്ച് ഓർ മാർഷ്യലിംഗ് അപ്രോച്ച് to utility assumes that utility can be measured by using numbers such as 1, 2, 3, 4, etc. അതായത് 1, 2, 3, 4 മുതലായ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് യൂട്ടിലിറ്റി അളക്കാൻ കഴിയുമെന്ന് കാർഡിനൽ അപ്രോച്ച് അല്ലെങ്കിൽ മാർഷ്യലിയൻ അപ്രോച്ച് അനുമാനിക്കുന്നു. ദ ഓർഡിനൽ അപ്രോച്ച് ഈസ് കാൾഡ് ഹിക്സിയൻ അപ്രോച്ച്. ഓർഡിനൽ അപ്രോച്ചിനെ ഹിക്സിയൻ അപ്രോച്ച് എന്നും വിളിക്കുന്നു. This approach thinks that utility is not measurable by using numbers. അതായത് ഇത് അക്കങ്ങൾ ഉപയോഗിച്ച് യൂട്ടിലിറ്റി അളക്കാൻ കഴിയില്ലെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ at best utility can be ranked as first, second, third, etc. on the basis of consumer preference. ഇതിലേറ്റവും മികച്ചത് തന്നെ ഉപഭോക്താവിൻ്റെ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റിയെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ റാങ്ക് ചെയ്യാവുന്നതാണ്. Then next, marginal utility schedule and demand schedule. Marginal utility schedule for a commodity and it is demand schedule and demand curve are intimately related. അതായത് ഒരു ചരക്കിനുള്ള മാർജിനൽ യൂട്ടിലിറ്റി ഷെഡ്യൂളും അതിൻ്റെ ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ടേക്ക് ഫോർ എക്സാമ്പിൾ ഫോർ ദി ഫോളോയിങ് ടേബിൾ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഷെഡ്യൂൾ ആൻഡ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ദി പർച്ചേസ് ഓഫ് ഷർട്ട്സ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് ഷർട്ട്സ്. താഴെയുള്ള ടേബിളിൽ ക്വാണ്ടിറ്റി ഓഫ് ഷർട്ട്സും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഷർട്ട്സും കാണിച്ചിട്ടുണ്ട്. Suppose that marginal utility of a rupee is equal to 1 util. അതായത് 1 രൂപയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഒരു യൂട്ടിലിറ്റിക്ക് തുല്യമാണെന്ന് കരുതുക. Let the price of a shirt be 145. The consumer equilibrium condition is attained at 7 shirts consumed. അപ്പോൾ ഒരു ഷർട്ടിൻ്റെ വില 145 ആയിക്കോട്ടെ, 7 ഷർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ കൈവരിക്കാനാകും. അപ്പോൾ ഒരു ഷർട്ടിൻ്റെ വില 145 ആണെങ്കിൽ 7 ഷർട്ട് വാങ്ങുമ്പോൾ കൺസ്യൂമറിന് ഇക്വിലിബ്രിയം കൈവരിക്കാനാകും. The quantity demanded of shirts is 7 when the price is 145. അപ്പോൾ വില 145 ആയിരിക്കുമ്പോൾ ഷർട്ടുകളുടെ ആവശ്യം 7 Thus the pair 145, 7 will be on the demand curve. അപ്പോൾ ജോഡികളായിട്ടുള്ള 145ഉം 7ഉം ഡിമാൻഡ് കർവിലാണ്. Again suppose that price of shirt increases to 165. His equilibrium condition now is 3 shirts consumed. ഷർട്ടിൻ്റെ വില 145 വർദ്ധിച്ചു എന്ന് വീണ്ടും കരുതുക. ഇപ്പോൾ അവൻ്റെ സന്തുലിതാവസ്ഥ 3 ഷർട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നു. The quantity demanded is 3. Hence the pair 165, 3 will be on demand curve. അപ്പോൾ ജോഡികളായിട്ടുള്ള 165ഉം 3ഉം ഡിമാൻഡ് കർവായിരിക്കും. The quantity similarly we can assume that
All other points on the marginal utility schedule are points on the demand schedule. അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഷെഡ്യൂളിലെ മറ്റെല്ലാ പോയിന്റുകളും ഡിമാൻഡ് ഷെഡ്യൂളുകളിലെ പോയിന്റുകളാണെന്ന് നമുക്ക് അനുമാനിക്കാം. We may conclude that marginal utility curve itself is the demand curve. മാർജിനൽ യൂട്ടിലിറ്റി കർവ് തന്നെ ഡിമാൻഡ് കർവാണെന്ന് നമുക്ക് നിഗമനം ചെയ്യാം. The demand curve is downward sloping because of the law of diminishing marginal utility. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ നിയമം കാരണം ഡിമാൻഡ് കർവ് താഴേക്ക് ചരിഞ്ഞതാണ്.